ഇനി നമുക്ക് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ്. ഇതും പൊതുജനങ്ങളെ ബാധിക്കുന്നതാണ്, നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. സർക്കാർ പുതിയ ഗതാഗത നയം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രക്ഷോഭത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ചൊവ്വാഴ്ച കോഴിക്കോട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് അവർ കടക്കുന്നു. സർക്കാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്. റിപ്പോർട്ട് കാണാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ദൂരപരിധി നോക്കാതെ നിലവിലുള്ള കാറ്റഗറിയിൽ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, കൺസെഷന് പുതിയ മാനദണ്ഡം നിശ്ചയിക്കുക, നിസ്സാര കാര്യങ്ങൾക്ക് പിഴ ചുമത്തുന്ന നടപടി അവസാനിപ്പിക്കുക, പൊതുമേഖലയിലുള്ള KSRTCയെയും സ്വകാര്യ ബസ് വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നയം രൂപീകരിക്കുക എന്നിങ്ങനെ 7 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റുകളാണ് പിടിച്ചെടുത്തിട്ട് KSRTCക്ക് വേണ്ടി നൽകുന്നത്. ആ നടപടി ഒഴിവാക്കി ഞങ്ങൾക്ക് നിലവിലുള്ളവർ അതേസമയം ഓരോ വണ്ടികൾക്കും അതേ കാറ്റഗറിയിൽ പുതുക്കി തരണമെന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഞങ്ങളുടെ ബസ്സുകളിലെ യാത്രക്കാരിൽ പകുതിയിലധികവും 50% വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞാൽ സർക്കാർ നിശ്ചയിച്ച ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ 10%. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു സ്വകാര്യ ബസ്സിലെ മിനിമം ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. എന്നാൽ ഒരു വിദ്യാർത്ഥിൻ്റെ ടിക്കറ്റ് ചാർജ് 1 രൂപയാണ്. അത് കാലങ്ങളായിട്ട് ഒരു മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനോ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനോ വരുമാനം ലഭിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ വിദ്യാർത്ഥികളിൽ നിന്ന് 1 രൂപ ലഭിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അതിലൊരു മാറ്റം വരുത്തണം. ആദ്യപടിയായി കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലെ ബസ് ഉടമകളും തൊഴിലാളികളും പങ്കെടുക്കും. പ്രതിഷേധ സംഗമത്തിനൊടുവിൽ അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം. അതിലും അനുകൂല സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ഷിജു ചവറയ്ക്കൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. 24-ന്റെ പ്രേക്ഷകർ ധാരാളം ഈ വിഷയങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് സന്ദേശങ്ങളായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻസൈറ്റർ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്ന സന്ദേശം ഇങ്ങനെയാ പറയുന്നു: സർക്കാർ കൃത്യമായ പുനരധിവാസ പ്രവർത്തനം നടത്തുമ്പോൾ പാവങ്ങളെ പ്രകോപിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനാണ് UDFന്റെ ശ്രമം. 750 കോടിയുടെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചല്ലോ, വേണ്ടത് കേന്ദ്രത്തിനെതിരായ സമരം എന്നതാണ് ഇൻസൈറ്റർ എന്ന ഐഡിയിൽ ആരാണോ കുറിച്ചിട്ടുള്ളത് അയാളുടെ അഭിപ്രായം. ഏതായാലും സമരം രംഗത്തേക്ക് ഇറങ്ങാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ദുരന്ത ബാധിതർ മാത്രമാണ്. കാരണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് അവരുടെ നേരനുഭവമാണ് എന്നതുകൊണ്ട്. ദിലീപ് PC പറയുന്നു, കേരളത്തിലെ സാധാരണക്കാരൻ PSCയെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച് C ദിവാകരൻ തുറന്നു പറഞ്ഞു, സർക്കാർ കണ്ണു തുറക്കുക. PSCയിലെ ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദിലീപ് ഇതിനകത്ത് കുറിച്ചിരിക്കുന്നത്. സുജാത പറയുന്നു, സ്ഥിരമായി നമുക്ക് സന്ദേശം അയക്കുന്ന മറ്റൊരു പ്രേക്ഷകയാണ് സുജാത. എങ്ങോട്ട് തിരിഞ്ഞാലും ആവലാതികൾ മാത്രം. സുജാത, നമ്മുടെ ചുറ്റുമുള്ള ആവലാതികൾ ഈ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരും 24 പോലുള്ള മാധ്യമങ്ങളും ഇതുപോലുള്ള പരിപാടികൾ, പൊതുജനം കഴുതിയല്ല സർ പോലുള്ള പരിപാടികൾ തുടങ്ങിയത് തന്നെ. അതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ നമുക്ക് കൂട്ടായി മുന്നോട്ട് പോകാം. സാജു K ഡാനിയൽ പറയുന്നു, കേന്ദ്രം തന്നാലും ഇല്ലെങ്കിലും കയ്യിലുള്ളത് കൊണ്ട് 10 കുടുംബങ്ങൾക്കെങ്കിലും വീട് വെച്ച് കൊടുക്കണമെന്നതാണ് സാജുവിൻ്റെ. കേന്ദ്രം തന്നാലും ഇല്ലെങ്കിലും ഈ നമ്മുടെ സഹോദരങ്ങളുടെ പുനരധിവാസം എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. സാജു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എബ്രഹാം തോമസ് പറയുന്നു, ഈ കേരളത്തിൽ ഒരു ദിവസം ജീവിച്ചു പോകണമെങ്കിൽ എന്തിനും ഏതിനും പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണല്ലോ, കഷ്ടം തന്നെ. എബ്രഹാം, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഇതേപോലെ തന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. ഇപ്പോൾ ആശാ വർക്കർമാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം എബ്രഹാമിന് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ പ്രതിഷേധം വേണ്ടിവരും. സമരവും ഭരണവും എന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന കാര്യവും എബ്രഹാം തോമസ് ഓർമ്മിക്കുമല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അതിൻ്റെ സൂചനാ പണിമുടക്ക് ചൊവ്വാഴ്ച അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിൻ്റെ പുതിയ ഗതാഗത നയം വേണം എന്നുള്ളതാണ്. അതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ബസ് ജീവനക്കാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്ക് കേൾക്കാം. അതേസമയം KSRTCയിലിട്ട് കൺസെഷൻ കൊടുക്കുന്നില്ല. മോട്ടോർ ആക്ട് പ്രകാരം KSRTCയും പ്രൈവറ്റ് ബസ് ഒരേ നിയമമാണ്. ആ നിയമത്തിന് KSRTCക്ക് കൺസെഷൻ കൊടുക്കണം. അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിനും കൊടുക്കണം. ഞങ്ങൾ തയ്യാറാണ്. സർക്കാർ അതേപോലെ രീതി എല്ലാ ദേശസാൽകൃത റൂട്ടിലും മറ്റ് പ്രൈവറ്റ് ബസ്സുകളുടെ സർക്കാർ റൂട്ടിൽ സർക്കാർ
കൺസെഷൻ കൊടുക്കട്ടെ. സർക്കാരിന് കൺസെഷൻ കൊടുക്കണമെങ്കിൽ 3-4 മാസം മുന്നേ അഡ്വാൻസ് ആയിട്ട് കുഞ്ഞുങ്ങൾ പോയിട്ട് ഡിപ്പോയിൽ പോയിട്ട് ഇത് വാങ്ങണം, മുൻകൂട്ടി പൈസ അടക്കണം. ഇതൊന്നും പ്രൈവറ്റ് ബസ്സില്ല. മോട്ടോർ ആക്ട് കേരളത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിനും KSRTCക്കും തുല്യമാണ്. ഇപ്പോഴത്തെ ഈ തൊഴിലാളികൾക്ക് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ കഴിയണം. അത് കഴിയണമെങ്കിൽ ഈ വെരിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ക്ലിയറൻസ് കൊടുക്കുന്നില്ല. അത് പഴയ തൊഴിലാളികൾക്ക് എന്തിനാ, പുതിയതായിട്ട് വരുന്ന തൊഴിലാളികൾക്ക് എല്ലാ ക്ലിയറൻസും നോക്കിയിട്ട് കൊടുത്താൽ മതി. പഴയ തൊഴിലാളികൾക്ക് എന്തിനാ ഈ വെരിഫിക്കേഷൻ, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതൊന്ന് മാറ്റി ചിന്തിക്കണമെന്ന ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം. ഒന്നുകിൽ ഒരു ഗവൺമെൻറ് ഒരു നയം രൂപീകരിക്കുക, ഒരു ഗതാഗത നയം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യവസായം നേരിടുന്ന ഡീസൽ, പെട്രോൾ, മറ്റുള്ള സാധനത്തിനൊക്കെ വില കയറുമ്പോൾ അതിനാനുപാതികമായിട്ട് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു റെഗുലേറ്ററി കമ്മിറ്റിനെ ഗവൺമെൻറ് നിശ്ചയിക്കാം. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയക്കാരെയും മറ്റുള്ള ബസ് ഉടമസ്ഥന്മാരെയും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും 20 കൊല്ലമാണ് ഇപ്പോൾ ഒരു കാലാവധി ഒരു ബസ്സിന് കൊടുത്തിരിക്കുന്നത്. ഒരു മുടക്ക് മുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 20 കൊല്ലം ഒന്നില്ലെങ്കിൽ 4 ഇരട്ടിയായി ചുരുങ്ങും. ഒരു ബസ് സർവീസ് 20 കൊല്ലം കഴിയുമ്പോഴേക്ക് നിശേഷം ഒന്നുമില്ലാതെ ആയി പോവുകയാണ്. എത്രയോ ആളുകൾ ഈ മേഖലയിൽ നിന്ന് ഔട്ടായിപ്പോണ്ട്. നമുക്കറിയാം ധാരാളം ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു ഇടമാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാർ, അതായത് അവരുടെ ആ മേഖല എന്ന് പറയുന്നത്. അവിടെ അവർക്ക് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതിലൊന്ന് വിദ്യാർത്ഥികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാർ ബസ്സുകളിൽ അല്ലെങ്കിൽ KSRTCയിൽ കൺസെഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊന്നും ഈ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നതാണ് അവരുടെ ഒരു ഗ്രീവൻസ്, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവലാതി തന്നെ അതാണ്. മറ്റൊന്ന് അവർ പറയുന്നത്, ഈ ജീവനക്കാർക്ക് പോലീസിൻ്റെ വെരിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് പുതിയ ജീവനക്കാർക്ക് പോലെ എന്തിനാണ് പഴയ ജീവനക്കാർക്ക് വീണ്ടും ഇതിലേക്ക് വരേണ്ടി വരുന്നത് എന്ന ചോദ്യം അവർ ചോദിക്കുന്നു. പലരും ഈ തൊഴിലിടം വിട്ടുപോകുന്നു എന്ന ഒരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഒരു പുതിയ ഗതാഗത നയം രൂപീകരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ സമരത്തിലേക്ക് കടക്കാൻ പോകുന്നത്.